ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം. ശ്രീകൃഷ്ണ ഭഗവാനിൽ അനുഗ്രഹീതരായ എല്ലാ സജ്ജനങ്ങൾക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. കൃഷ്ണായനം. രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ. ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരും ആദ്യമായി ഈ ചാനലിലേക്ക് എത്തുന്നവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് വീഡിയോ കേൾക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം തന്ന് ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. രുക്മിണി സ്വയംവരം. ദിക്കെങ്ങും പ്രശസ്തിപ്പെട്ട രാജ്യങ്ങളിലൊന്നായിരുന്നു വിദർഭ. സത്യസന്ധനും നീതിമാനും നയതന്ത്രജ്ഞനുമായ ഭീഷ്മകനാണ് ആ രാജ്യം ഭരിച്ചിരുന്നത്. ഐശ്വര്യസമൃദ്ധവും നയനമനോഹരവുമായ വിദർഭ ദേവലോകത്തു പോലും അറിയപ്പെട്ടിരുന്നു. ഭീഷ്മകൻ്റെ മകനാണ് രുക്മി. ജരാസന്ധ മഹാരാജാവിൻ്റെ വലതുകരമായി അവൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു. ആദ്യമൊക്കെ ഭീഷ്മക രാജാവ് അവൻ്റെ ചെയ്തികളെ എതിർത്തു. പക്ഷേ രുക്മി വരുതിയിൽ നിന്നില്ല. രാജാവ് പിന്നെ അവനോടൊന്നും പറഞ്ഞതുമില്ല. ഭീഷ്മക രാജാവിന് ഒരു മകളുണ്ട്. രുക്മിണി എന്നാണ് നാമം. മധുരയിൽ കംസൻ നടത്തിയ ചാപപൂജയിൽ പങ്കെടുക്കുവാൻ രുക്മി പോയപ്പോൾ സഹോദരിയെയും കൂട്ടി. മധുരയിൽ വെച്ച് അവൾ കരിമുകിൽ വർണ്ണനെ കണ്ടു. കായാമ്പൂ നിറമാണ്ട കണ്ണൻ അന്നു തന്നെ മനസ്സിൽ കയറിയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ ചാരുരൂപൻ ഹൃദയത്തിൽ നിന്നിറങ്ങിയില്ല. മാധവനെ മനസ്സിൽ മനനം ചെയ്ത് വസിക്കുകയാണവൾ. ഓരോ ദിവസം കഴിയുന്തോറും വിദർഭയിൽ പുതിയ പുതിയ വാർത്തകൾ എത്തിക്കൊണ്ടിരുന്നു. ചാരന്മാരും വിപ്രന്മാരുമാണ് സന്ദേശവുമായി വന്നുകൊണ്ടിരുന്നത്. മധുരയെക്കുറിച്ച് വരുന്ന ഏത് സന്ദേശവും അപ്പോൾ തന്നെ തൻ്റെ നികടത്തിൽ എത്തിക്കണമെന്ന് രുക്മിണി പ്രത്യേകം ശുപാർശ ചെയ്തിരുന്നു. രുക്മിണിയുടെ നയനങ്ങൾ ഏറെ നേരവും നനഞ്ഞു തന്നെയിരുന്നു. നിശയുടെ നിശബ്ദതയിൽ അവൾ സഹോദരൻ്റെ വാക്കുകൾ ഓർക്കും. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ രുക്മിണി ശിശുപാലനെ വേളി കഴിക്കും. ഇല്ലെങ്കിൽ ബാക്കി പറയാതെ തന്നെ രുക്മിണിക്കറിയാം. കോപിഷ്ഠനാണ് അദ്ദേഹം. എന്തും ചെയ്യുവാൻ മടിക്കാത്തവൻ. അച്ഛനെ ധിക്കരിച്ചു, അമ്മയെ നിന്ദിച്ചു. ജരാസന്ധൻ പറയുന്നത് മാത്രമേ അവൻ അനുഷ്ഠിക്കുകയുള്ളൂ. ആ സ്ഥിതിക്ക് തൻ്റെ അഭിലാഷങ്ങൾ എങ്ങനെ സഫലമാകും? ഒന്നുകിൽ ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി മരണം പോകാം, ഇല്ലെങ്കിൽ കേശവനെ മറന്ന് ശിശുപാലനിൽ ലയിക്കാം. അതോർക്കുവാൻ വയ്യ. അതിലും ഭേദം മരണം തന്നെ. ആദ്യമെത്തിയ വാർത്ത തന്നെ രുക്മിണിയിൽ വേദനയുടെ സേതു മുറിച്ചു. യാദവർ മധുര വിട്ടു. രാമകൃഷ്ണന്മാർ ഒളിച്ചോടി. എവിടേക്ക് എന്നാർക്കും അറിയില്ല. അല്പദിവസം കഴിഞ്ഞപ്പോൾ ആണ് അടുത്ത വാർത്ത എത്തിയത്. പക്ഷേ രുക്മിണിക്ക് ആ സന്ദേശം ലഭിച്ചതിൽ എന്തു പ്രതികരണമാണ് ഉണ്ടാവുക എന്ന് മുൻകൂട്ടി അറിയാമായിരുന്ന തോഴിമാർ മൗനം ഭജിച്ചു. എന്നാൽ രുക്മി കൊട്ടാരം മുഴുവൻ സന്തോഷത്തോടെ വാർത്ത ചൊല്ലി നടന്നു. രുക്മി തന്നെ ഓടി വന്ന് രുക്മിണിയോട് പറഞ്ഞു, രുക്മിണി, നീ അറിഞ്ഞോ? സന്തോഷകരമാണ് വാർത്ത. ജരാസന്ധൻ മധുര കീഴടക്കി. പ്രവർഷണ പർവ്വതത്തിൽ വെച്ച് രാമകൃഷ്ണന്മാരെ ചക്രവർത്തി വധിച്ചു. രുക്മിയുടെ വാക്കുകൾ കേട്ട് രുക്മിണി ഞെട്ടിപ്പിടഞ്ഞു. ഒരു മല തലയിൽ പതിക്കും പോലെ തോന്നി രുക്മിണിക്ക്. ഏറെ നേരം അവൾ പര്യങ്കത്തിൽ ചലനമറ്റിരുന്നു. ജരാസന്ധൻ മാധവനെ വധിച്ചെന്നോ? അത് വിശ്വസിക്കുവാൻ കഴിയുമോ? ആരോട് ചോദിച്ച് സത്യം മനസ്സിലാക്കും? എല്ലാവരും വാർത്ത കേൾക്കുന്നു, അത്ര തന്നെ. അല്ലെങ്കിലും വിദർഭയിലുള്ളവർക്ക് കൃഷ്ണൻ മരിച്ചാലും ജീവിച്ചാലും തുല്യം തന്നെ. തൻ്റെ അഭിലാഷ പുഷ്പങ്ങൾ കൊഴിയുകയാണോ? എന്തായാലും ഒരു കാര്യം ഉറച്ചതു തന്നെ. രുക്മിണി ദൃഢനിശ്ചയം ചെയ്തു. ഭൗതിക ശക്തികൾക്ക് കേശവനെ വധിക്കുവാൻ കഴിയുകയില്ല.
കുവലയാപീഠത്തെയും മല്ലന്മാരെയും കംസനെയും കാലയവനെയും വധിച്ച കേശവനെ നിഗ്രഹിക്കുവാൻ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതുകൊണ്ട് കൃഷ്ണൻ തന്നെ എൻ്റെ കണവൻ. വിദർഭ അണിഞ്ഞൊരുങ്ങുകയാണ്. രുക്മി ഇപ്പോൾ കൂടുതൽ ഉല്ലാസവാനാണ്. ഏകാന്തതയിൽ പോലും തൻ്റെ മനസ്സിന് കനത്ത ഭയമായിരുന്നു വസുദേവൻ. അവനിന്നില്ല. അടുത്ത ചക്രവർത്തി താൻ തന്നെ. ശിശുപാലനെ ശ്യാലനായി ലഭിക്കുന്നതോടെ ജരാസന്ധൻ തന്നെ എതിർത്താലും തനിക്ക് ഭയക്കേണ്ട കാര്യമില്ല. ജ്യോതിഷത്തിൽ രുക്മിക്ക് വിശ്വാസമില്ലായിരുന്നു. ഈശ്വരനിലും അവൻ വിശ്വസിച്ചിരുന്നില്ല. സത്യമെന്നത് കൺമുമ്പിൽ കാണുന്നത് മാത്രമാണ്, മറ്റെല്ലാം മിഥ്യ. അതായിരുന്നു രുക്മിയുടെ വാദം. അതുകൊണ്ട് തന്നെ സമയവും മുഹൂർത്തവും ഒന്നും രുക്മി ശ്രദ്ധിച്ചില്ല. മഴയൊഴിഞ്ഞ് മാനം കുളിരെ പൂക്കൾ വിടരുന്ന വസന്തത്തിൽ രുക്മിണിയുടെ വേളികെട്ട് ഉറപ്പിച്ചു. വാർത്ത കൊട്ടാരത്തിൽ എല്ലാ ചെവികളിലുമെത്തി. ഇതിനിടെ രുക്മിണി 2 ദൂതന്മാരെ പരമരഹസ്യമായി മധുരയിൽ അയച്ചിരുന്നു. 2 പേരും വന്നു ചെന്ന വാർത്ത ഒന്നു തന്നെ. ജരാസന്ധൻ്റെ പൗത്രന്മാരാണ് മധുര ഭരിക്കുന്നത്. രാമകൃഷ്ണന്മാരെ പ്രവർഷണ പർവ്വതത്തിൽ വെച്ച് അഗ്നിക്കിരയാക്കി. ജരാസന്ധൻ വിജയശ്രീ ലാളിതനായി വസിക്കുന്നു. അന്തഃപുരത്തിലെ വള്ളിക്കുടിലിൽ വെച്ച് രുക്മിയുടെ ഭാര്യ പറഞ്ഞു, രുക്മിണി, നിന്റെ വിവാഹം നടന്നാൽ പിന്നെ ഞാൻ വിദർഭയിൽ തങ്ങുകയില്ല. എൻ്റെ ഭർത്താവ് ജരാസന്ധൻ്റെ പൗത്രിയെ വേളി കഴിച്ച് സുഖമായി വസിക്കും. ഞാൻ അധികപ്പറ്റായി ഇവിടെ കഴിയാനോ? എന്നെക്കൊണ്ട് അതിന് കഴിയുകയില്ല. രുക്മിണി ദുഃഖിച്ചിരുന്നു. എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി. ധൈര്യം ചോർന്നു പോകുന്നുവോ? എന്തായാലും ഒരു കാര്യം അവൾ ഉറച്ചു. തനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് മാധവനുമൊത്തായിരിക്കും. ഇല്ലെങ്കിൽ ക്ഷിപ്ര നദിയിലെ ജലപ്പരപ്പിൽ ഒരു മൃതിപുഷ്പമായി ഞാൻ വിടരും. മറുലോകത്ത് വെച്ച് ഞങ്ങൾ വിവാഹിതരാകും. എന്തായാലും ശിശുപാലനെ വിവാഹം കഴിക്കുന്ന കാര്യമേ ഇല്ല. അപ്പോഴും രുക്മിണിയുടെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു. കേശവൻ മരിച്ചിട്ടില്ല. അദ്ദേഹം ഭൗതിക ശക്തികൾക്കപ്പുറത്താണ്. രുക്മിണി സുവ്രതയെ ആശ്വസിപ്പിച്ചു. എല്ലാം നേരെയാകും. എൻ്റെ ജ്യേഷ്ഠന് നേർബുദ്ധി വരും. ആദ്യം എൻ്റെ വിവാഹം, അത് കഴിഞ്ഞാണല്ലോ ജ്യേഷ്ഠൻ മറ്റൊരു വിവാഹത്തിന് പോകുന്നത്. ഇത്രയും നാൾ നമ്മെ കാത്തുരക്ഷിച്ച ഗോകുലനാഥൻ കൈവെടിയുകയില്ല. മനോഹരമായ ആ നികുഞ്ചത്തിലിരുന്ന് അവർ ദുഃഖങ്ങൾ പങ്കുവച്ചു. പെട്ടെന്ന് ഒരു തോഴി ഓടിക്കയറി വന്നു. അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു, തമ്പുരാട്ടിമാരെ, പരമരഹസ്യമാണ്. മഹാരാജാവിൻ്റെ കർണത്തിൽ ചാരന്മാർ പറയുന്നത് ഞാൻ ഒരു ചെവിയാലെ കേട്ടു. അപ്പോൾ തന്നെ ഓടിപ്പോരുകയും ചെയ്തു. 2 പേർക്കും ആനന്ദം ജനിപ്പിക്കുന്ന സന്ദേശമാണത്. ജരാസന്ധൻ കൊന്ന കൃഷ്ണൻ ദ്വാരകയിൽ ജീവിച്ചിരിക്കുന്നു. പ്രവർഷണ പർവ്വതത്തിനപ്പുറത്ത് കടലിൽ ഒരു രാജ്യമുണ്ട് പോലും. അവിടെയാണ് മാധവൻ വസിക്കുന്നത്. സ്വർഗത്തെ പോലും നാണിപ്പിക്കുന്ന കൊട്ടാരങ്ങളാണ് അവിടെ. തമ്പുരാട്ടി ആരോടും പറയരുതേ, അടിയൻ്റെ തല പോകും. ആരും ഈ വിവരം അറിയരുതെന്നാണ് രാജാവിൻ്റെ ആജ്ഞ. വാർത്ത കേട്ട് രുക്മിണി എന്തു പറയണമെന്നറിയാതെയിരുന്നു. കവിളിലൂടെ ആഹ്ലാദത്തിൻ്റെ കണ്ണുനീർ ഒഴുകി വീണു. എന്തേ, നീ കരയുന്നുവോ? ആഹ്ലാദത്തിൻ്റെ അചുംബിത നിമിഷങ്ങളാണ് രുക്മിണി അനുഭവിക്കുന്നത്. പെട്ടെന്ന് അവൾ സുവ്രതയെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഭാഗ്യവതിയാണ്. അദ്ദേഹം വരും, എന്നെ കൊണ്ടുപോകും. സുവ്രത ചോദിച്ചു, രുക്മിണി, നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നാണപ്പൂക്കൾ രുക്മിണിയുടെ കവിളിൽ വിരിഞ്ഞു. അവൾ മന്ദസ്മിതം തൂകിക്കൊണ്ട് തൻ്റെ ഹൃദയഗതം സുവ്രതയെ അറിയിച്ചു. ഇന്ദ്രജാലക്കാരൻ്റെ മുന്നിലിരിക്കുന്ന ഒരാളെ പോലെ സുവ്രത കഥകൾ കേട്ടിരുന്നു. രുക്മിണിയുടെ പ്രേമനിർജ്ജരി ഒഴുകിയെത്തിയിരിക്കുന്നത് എവിടെയാണെന്നോർത്തപ്പോൾ സുവ്രത ഞെട്ടിപ്പിടഞ്ഞു. ഭാവി ഇരുൾ പൂണ്ട് നിൽക്കുന്നത് അവർ കണ്ടു. സുവ്രത പറഞ്ഞു, എന്താണ് രുക്മിണി നീ പറയുന്നത്? ബാലവിനോദമല്ല ഇതൊന്നും. നിന്റെ ജ്യേഷ്ഠൻ്റെ പരമശത്രുവാണ് മധുരയിലെ വാസുദേവൻ. അവർ തമ്മിൽ കണ്ടാൽ ഒരാൾ മറ്റൊരാളെ വകവരുത്തും.
അങ്ങനെയൊരാളെ സ്നേഹിച്ചാൽ അതെത്ര ഭാവി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് നീ ഓർത്തിട്ടുണ്ടോ? ദയവായി കൃഷ്ണനിൽ പതിഞ്ഞിരിക്കുന്ന നിന്റെ മനസ്സിനെ തുടച്ചു മാറ്റുക. വിവാഹവും വ്യവഹാരവും ഒട്ടൊക്കെ ആഭിജാത്യമുള്ളവരോട് വേണം. രുക്മിണി പറഞ്ഞു, ഇല്ല, ആരെന്തു പറഞ്ഞാലും എൻ്റെ മനസ്സിന് മാറ്റമില്ല. ഞാൻ കൃഷ്ണനെ തന്നെ ഭർത്താവായി വരിക്കും. സുവ്രത രുക്മിണിയുടെ കബരിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു, രുക്മിണി, നിന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന സ്നേഹസമ്പന്നനെ ഞാൻ ബഹുമാനിക്കുന്നു. നിന്റെ ഹൃദയാഭിലാഷത്തെ ഞാൻ അംഗീകരിക്കുന്നു. സുന്ദരി, നിന്റെ ആഗ്രഹം സബലീകൃതമാകട്ടെ. എനിക്ക് നിന്നോട് സ്നേഹമേ ഉള്ളൂ. അവർ ആലിംഗനബദ്ധരായി. വെളിയിൽ ആരോ ദുന്ദുബി മുഴക്കുന്നു. വിളംബരം വായിക്കുകയും ചെയ്യുന്നു. എന്താണത്? രുക്മിണിയും സുവ്രതയും സന്ദേശം ശ്രദ്ധിച്ചു കേട്ടു. മാന്യമഹാജനങ്ങളെ, ഭീഷ്മകരാജാവ് നിങ്ങളെ അറിയിക്കുന്നതെന്തെന്നാൽ എൻ്റെ പുത്രിയായ രുക്മിണിയുടെ സ്വയംവരം ഉറപ്പിച്ചിരിക്കുന്നു. വരുന്ന വസന്തകാലത്ത് 2ാം പഞ്ചമിയിൽ അവളുടെ വിവാഹ മഹോത്സവം നടത്തുന്നതാണ്. ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ എല്ലാ പ്രജകളും കൊട്ടാരത്തിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്ഷണക്കുറി വിളംബരമായി പ്രജകളെ അറിയിക്കുകയാണ്. സുവ്രതയും രുക്മിണിയും വാർത്ത കേട്ട് തരിച്ചു നിന്നു. സ്ത്രീകളുടെ അസ്വാതന്ത്ര്യമോർത്ത് രുക്മിണി നാണിച്ചു. തൻ്റെ വിവാഹം തന്നോട് പോലും ആലോചിക്കാതെ ഇതാ നടത്തുന്നു. അനീതിയാണിത്. പക്ഷേ ആരോട് പറയുവാൻ? എല്ലാം സഹിക്കുകയേ മാർഗമുള്ളൂ. എന്നാലും സുവ്രത രുക്മിണിയോട് പറഞ്ഞു, നമ്മൾ സ്ത്രീകളാണെന്ന് കരുതി നിശബ്ദതയെ തിന്ന് ജീവിക്കരുത്. ഏതെങ്കിലും മാർഗത്തിൽ കൃഷ്ണനെ വിവരമറിയിക്കണം. അതിനുള്ള ഉദ്യമമാണ് നാം തുടരേണ്ടത്. രുക്മിണി കണ്ണുനീരോടെ പറഞ്ഞു, ആരെയാണ് നാം ദൂതുമായി വിടുക? വിശ്വസ്തനല്ലെങ്കിൽ വിവരം ജ്യേഷ്ഠൻ അറിയും. എങ്ങനെയും മാധവനെ വാസ്തവം ധരിപ്പിക്കുകയും വേണം. എൻ്റെ സവിധത്തിൽ വരുന്ന ഒരു അന്തണ ബ്രഹ്മചാരിയുണ്ട്. അയാൾ കൃഷ്ണൻ്റെ സുഹൃത്തുമാണ്. ആ ബ്രാഹ്മണനെ നമുക്ക് പറഞ്ഞുവിടാം. എല്ലാം ഗോകുലനാഥൻ്റെ നിശ്ചയം പോലെയാകട്ടെ. സുവ്രത ആനന്ദത്തോടെ പറഞ്ഞു, ആ ബ്രാഹ്മണകുമാരനെ എനിക്കും അറിയാം. നമുക്ക് അദ്ദേഹത്തെ ദ്വാരകയ്ക്ക് വിടാം. വേഗതയും ശക്തിയുമുള്ള ഒരു അശ്വത്തെ ഞാൻ ഏർപ്പാടാക്കാം. ആ ബ്രഹ്മചാരിക്ക് അശ്വാരോഹണം അറിയാമായിരിക്കും. ഏതായാലും ആ മനുഷ്യനുമായി ആശയവിനിമയം നടത്തിയിട്ട് വേണം മറ്റുള്ള കാര്യങ്ങൾ തീരുമാനിക്കുവാൻ. സുവ്രത ബ്രഹ്മചാരിയെ രഹസ്യമായി വിളിപ്പിച്ചു. അന്തഃപുരത്തിലെത്തിയ ബ്രഹ്മചാരിയോട് അവർ കഥനത്തിൻ കഥ ചുരുക്കി പറഞ്ഞു. തൻ്റെ സന്ദേശവുമായി കൃഷ്ണനെ കാണുവാൻ ദ്വാരകയിലേക്ക് പോകണമെന്ന് രുക്മിണി അഭ്യർത്ഥിച്ചു. അന്തണൻ പറഞ്ഞു, തമ്പുരാട്ടിമാരെ, ഞാൻ നിങ്ങളുടെ വിശ്വസ്തനാണ്. അതിൽ സംശയിക്കുക വേണ്ട. എനിക്ക് അശ്വാരോഹണവും ജീവരക്ഷയ്ക്കുള്ള പോരും അറിയാം. ധീരമായി സന്ദേശം തരുക. ഞാൻ കേശവൻ്റെ പക്കൽ കൊടുക്കാം. സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരികയുമാകാം. രുക്മിണിയുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ ചെങ്കതിരുകൾ വിരിഞ്ഞു. രുക്മിണി അന്തണനോട് സന്ദേശം പറഞ്ഞു. എല്ലാം ഗ്രഹിച്ച ബ്രഹ്മചാരി പോകുവാൻ എഴുന്നേറ്റു. സുവ്രത പറഞ്ഞു, അങ്ങ് വാഗ്യുലാസമുള്ളവനാണല്ലോ. ഞങ്ങൾക്ക് പെട്ടിരിക്കുന്ന പഴുത് അദ്ദേഹത്തെ അറിയിക്കണം. എങ്ങനെയും രുക്മിണിയെ രക്ഷിക്കുവാൻ അഭ്യർത്ഥിക്കണം. മാധവൻ രുക്മിണിയെ വേളി കഴിച്ചാൽ ഞാൻ സപത്നിയെ വരവേൽക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് ഭഗവാൻ ദൗത്യം ഭംഗിയായി നിർവഹിക്കണം. എല്ലാം ഉൾക്കൊണ്ട ബ്രഹ്മചാരി ആനന്ദചിത്തനായി ദ്വാരകയിലേക്ക് തിരിച്ചു. ബ്രാഹ്മണൻ കാലതാമസം കൂടാതെ തന്നെ ദ്വാരകയിലെത്തി. മനോഹരമായ തെരുവുകളും മണിമാളികകളും കണ്ട ആഹ്ലാദചിത്തനായി അദ്ദേഹം നിന്നു. ഒരു ഭടൻ അവിടെ എത്തി അന്തണനോട് ചോദിച്ചു, പ്രഭോ, ക്ഷമിക്കണം, താങ്കളെ കണ്ടിട്ട് ദ്വാരകയിൽ ആദ്യം എത്തിയ ആളാണെന്ന് തോന്നുന്നു. എന്താണ് ഭവാന്റെ ആഗ്രഹം? ആരുടെയെങ്കിലും മുഖദർശനം കൊതിച്ചാണോ അങ്ങെത്തിയത്? എന്നോട് പറയാം. പുറത്തു നിന്നും വരുന്നവരുടെ സുഖസൗകര്യങ്ങൾ ഉറപ്പുവരുത്തുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. അന്തണന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു,
ഞാൻ വിദർഭയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ദ്വാരകാപതിയായ കൃഷ്ണനെ കാണേണ്ട കാര്യമുണ്ട്. ഗൗരവമുള്ള ഒരു വാർത്ത അദ്ദേഹത്തെ അറിയിക്കുവാനാണ്. ഭടൻ അന്തണനെ കേശവന്റെ മുമ്പിലെത്തിച്ചു. ഇന്ദ്രനീലക്കല്ല് പാകി വിശുദ്ധമാക്കിയ മണ്ഡപത്തിൽ താമരപ്പൂവിൻ്റെ രൂപത്തിൽ വിടർത്തി നിർത്തിയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ കൃഷ്ണനെ ബ്രാഹ്മണൻ സാഷ്ടാംഗം നമസ്കരിച്ചു. ഉചിതമായ ആസനം നൽകി അന്തണനെ സ്വീകരിച്ചു. ഭാനുമാനെ പോലെ പ്രശോഭിക്കുന്ന കേശവൻ പറഞ്ഞു, അങ്ങ് എവിടെ നിന്നാണ് ആഗതനായത്? വിശദമാക്കിയാലും. ആഗമന ലക്ഷ്യവും വ്യക്തമാക്കുക. കേശവ, ദ്വാരകാപദേ, ഞാൻ എത്തിയത് ഭീഷ്മകന്റെ കൊട്ടാരത്തിൽ നിന്നാണ്. അന്തഃപുരത്തിനലങ്കാരമായ രുക്മിണി തമ്പുരാട്ടിയുടെ ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് അങ്ങു തന്നെ കേൾക്കേണ്ടതാണ്. ഒരു കടാക്ഷത്തിൽ മണ്ഡപത്തിൽ നിന്ന് പരിചാരകരെ ഭഗവാൻ പുറത്താക്കി. ബ്രാഹ്മണൻ രുക്മിണിയുടെ വേദന തുളുമ്പുന്ന വാക്കുകൾ മസൃണമായ ഭാഷയിൽ കേശവനെ അറിയിച്ചു. പ്രഭോ, ദ്വാരകാപദേ, ശിശുപാലനുമായി എന്നെ ബന്ധിപ്പിക്കുവാൻ എൻ്റെ ജ്യേഷ്ഠൻ തീരുമാനിച്ചിരിക്കുകയാണ്. മധുരയിൽ വെച്ച് കണ്ട നിമിഷം മുതൽ ആ വദനാരവിന്ദത്തിൽ ഒരു പനിനീർ തുള്ളിയായി ലയിക്കാൻ ഞാൻ കൊതിക്കുന്നു. തടസ്സങ്ങൾ നിരവധിയാണ്. പക്ഷേ പ്രപഞ്ചലീലകളാടുവാനെത്തിയ ദേവപദേ, അങ്ങയ്ക്കവ നിസ്സാരങ്ങളാണല്ലോ. പ്രഭോ, ദാസിയായ ഞാൻ ഭക്തിപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ദയവായി എന്നെ രക്ഷിക്കണം. അന്തണൻ സന്ദേശം ചൊല്ലി അറിയിച്ചു. ഗോപികാരമണ, രുക്മിണി വിവശയാണ്. കൊട്ടാരത്തിൽ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിളംബരം എല്ലായിടത്തും പ്രസിദ്ധം ചെയ്തു. വിരുന്നു വരുന്ന രാജാക്കന്മാർക്ക് വസിക്കുവാനുള്ള ഇടം ഒരുക്കി തുടങ്ങി. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ വിദർഭ കുമാരിയുടെ തീരുമാനമാണ്. അങ്ങ് തമ്പുരാട്ടിയെ രക്ഷിക്കണം. ഇല്ലെങ്കിൽ ദേവി മരണം പോകുമെന്നുറപ്പാണ്. അതിന് അങ്ങ് വഴിയൊരുക്കരുതെന്ന അപേക്ഷയുണ്ട്. ദയവായി തമ്പുരാട്ടിയെ അവിടുന്ന് കാത്തുരക്ഷിക്കണം. ദൂതനായി വന്ന ബ്രാഹ്മണനു പോലും രുക്മിണിയോടുള്ള ദയ കൃഷ്ണന് ബോധ്യമായി. സൗമ്യശീലമുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണിത്. വാരിജനയനൻ വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്തണനുമായി സംസാരിച്ചുറപ്പുവരുത്തി. എല്ലാ കാര്യങ്ങളിലും നല്ല ധാരണയുള്ള വ്യക്തിയാണ് ബ്രഹ്മചാരി എന്ന് കൃഷ്ണന് ബോധ്യമായി. കൃഷ്ണൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അന്തണൻ്റെ വദനം പൂന്തിങ്കളായി. ബ്രാഹ്മണൻ ദ്വാരകയ്ക്ക് തിരിച്ച ശേഷം ദിവസങ്ങൾ ഏറെ കഴിഞ്ഞു. വഴിക്കണ്ണുമായി ഇരിക്കുകയാണ് രുക്മിണിയും സുവ്രതയും. സ്വയംവര ദിവസം അടുത്തടുത്തു വരുന്നു. കൊട്ടാരം അതിനുള്ള ഒരുക്കത്തിൻ്റെ തിരക്കിലാണ്. എവിടെ നോക്കിയാലും രുക്മിയുണ്ട്. സർവഭാഗത്തും ഓടി നടന്ന് കാര്യങ്ങൾക്ക് മുൻപനാവുകയാണ് അവൻ. സുവ്രതയെ കാണുവാൻ ഇപ്പോൾ രുക്മി വരാറേയില്ല. എഴുതി മടക്കിയ അധ്യായം പോലെയാണ് രുക്മിയെ സംബന്ധിച്ചിടത്തോളം സുവ്രത. എപ്പോഴും തമ്മിൽ കാണുന്നത് രുക്മിണിയും സുവ്രതയുമാണ്. അവരുടെ മുമ്പിൽ മൗനം കടൽ പോലെ കിടന്നു. വികാരത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ. എപ്പോഴാണ് അവ പൊട്ടിത്തെറിക്കുക? ആർക്കറിയാം. സ്വയംവരത്തിനുള്ള മണ്ഡപം ഉയർന്നു കഴിഞ്ഞു. നൂറുകണക്കിന് ശില്പികൾ അതിന് മോടി കൂട്ടുകയാണ്. വാതായനത്തിലൂടെ രുക്മിണി മണ്ഡപം നോക്കിയിരുന്നു. ആ മണ്ഡപത്തിൽ വിധി തൻ്റെ ഭാവി രൂപീകരിക്കുന്നു. മണ്ഡപത്തിൽ രുക്മിയുടെ അടുത്തു നിൽക്കുന്ന ചെറുപ്പക്കാരനെ രുക്മിണി നോക്കി. സുവ്രത പറഞ്ഞു, രുക്മിണി, അദ്ദേഹത്തിൻ്റെ സമീപം നിന്ന് ബോഷച്ചിരി ചിരിക്കുന്ന ആളിനെ നീ അറിയുമോ? അതാണ് നിന്റെ പ്രതിശ്രുത വരൻ. എങ്ങനെയുണ്ട് മണവാളനെ കാണുവാൻ? ആ മുടിയും പതിഞ്ഞ മൂക്കും ആനച്ചെവിയും എല്ലാം കാണുവാൻ വൃത്തി തന്നെ. രുക്മിണി കരയുവാൻ തുടങ്ങി. സുവ്രത അവളെ ആശ്വസിപ്പിച്ചു. രുക്മിണി, നിന്റെ വേദന അറിയാത്തവളാണോ ഞാൻ? ശിശുപാലൻ്റെ കൂടെ ജീവിതം നരകം തന്നെയായിരിക്കും. അതിനിട വരുകയില്ല.
മാധവൻ നിന്നെ സഹായിക്കും. എവിടെ നിന്നോ വരുന്ന സ്വരം പോലെ രുക്മിണി പറഞ്ഞു. ആ ബ്രാഹ്മണനെ ഇതുവരെ കണ്ടില്ലല്ലോ. ആലോചിക്കും തോറും ഭയം തോന്നുന്നു. ഇനി സ്വയംവരത്തിന് അധിക നാളില്ല. പെൺകോന്തന്മാരെല്ലാം വന്ന് തമ്പടിച്ചു കഴിഞ്ഞല്ലോ. സുവ്രത ചിരിച്ചു. രുക്മിണിയും ചിരിച്ചു. ബ്രാഹ്മണൻ ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിച്ച് അവർ നിദ്രാവിഹീനരായി നാളുകൾ തള്ളി നീക്കി. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഈ ഭാഗം മുഴുവനായിട്ടില്ല. അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗം കേൾപ്പിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.